അമ്മ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മസ്റിലെ കൊട്ടാരത്തിൽ ഭരണത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. അതേക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു: വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് യതബവ്വഉ മിൻഹാ ഹൈഥു യശാ നസീബു ബിറഹ്മതിനാ മൻ നശാ വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, അങ്ങനെ നാം യൂസുഫിന് ഭൂമിയിൽ തംകീൻ നൽകുകയുണ്ടായി, ഭൂമിയിൽ സൗകര്യം നൽകുകയുണ്ടായി. യതബവ്വഉ മിൻഹാ, ആ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ, ഹൈഥു യശാ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭൂമിയിൽ സൗകര്യം നൽകി എന്ന് പറഞ്ഞാൽ അർദുൽ മിസ്ർ, അർദുൽ മിസ്ർ, മിസ്റിലെ ഭൂമിയിൽ എന്നതാണ് ഉദ്ദേശം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു: നുസീബു ബിറഹ്മതിനാ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ റഹ്മത്ത്, കാരുണ്യം നാം നൽകും. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ, എന്നാൽ പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും നല്ലത്. ലില്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാനുള്ള, തഖ്വയുള്ള, അല്ലാഹുവിൽ യഥാവിധി വിശ്വസിച്ച, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു നിശ്ചയിച്ച പ്രതിഫലം ഏതോ അതാണ് ഖൈർ, അതാണ് ഏറ്റവും ഉത്തമം. നോക്കൂ, ഇവിടെ അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാമിന് ഭൂമിയിൽ നൽകിയ തംകീനിനെ കുറിച്ച്, സൗകര്യത്തെക്കുറിച്ച് പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരിൽ, മുൻഗാമികളിൽ പലരും പറയുകയുണ്ടായി: ഫഹലി തംകീനു ഇല്ലാ ബഅദ സബ്രിൻ വബ്തിലാ, തംകീൻ, ഭൂമിയിൽ സൗകര്യം ലഭിക്കുക, ഭൂമിയിൽ അവനവൻ്റെ ദീൻ പാലിക്കാനും ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ലഭിക്കുക ഇല്ലാ ബഅദ സബ്രിൻ വബ്തിലാ, പരീക്ഷണത്തിനും അതിലുള്ള ക്ഷമക്കും ശേഷമല്ലാതെ അത് കിട്ടുമോ? ഇല്ല. അപ്പൊ നോക്കൂ, ഭൂമിയിലുള്ള തംകീനിന്, ഭൂമിയിൽ അള്ളാഹു സൗകര്യം നൽകുക, അവനവൻ്റെ ദീൻ പാലിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അള്ളാഹു നൽകുന്നതിലേക്ക് നയിക്കും പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളിൽ പിടിച്ചു നിന്നാൽ അതിൻ്റെ ഫലം ഭൂമിയിൽ അള്ളാഹു തംകീൻ നൽകുക എന്നതാണ്, സൗകര്യം നൽകുക. ഭൂമിയിൽ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ്റെ ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും അള്ളാഹു നൽകുക എന്നത്, അതിനാണ് തംകീൻ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അത് ലഭിച്ചാൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹു ഖുർആനിൽ പറയുകയുണ്ടായി: അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സ്വലാഹ് വആതവുസ് സകാത്ത് വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ നാം സൗകര്യം നൽകിയാൽ നിസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുത്തു വീട്ടുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ആളുകളാണവർ. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളുടെ മടക്കം. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്താൽ അള്ളാഹു ഭൂമിയിൽ സൗകര്യം നൽകും. ഭൂമിയിൽ അള്ളാഹു സൗകര്യം നൽകിയാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യണം. നോക്കൂ, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, അൽഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നത് ഏതിലേക്ക് നയിക്കും? ഭൂമിയിൽ അള്ളാഹു സൗകര്യം നൽകുക, സ്വാതന്ത്ര്യം നൽകുക എന്നതിലേക്ക് നയിക്കും. പക്ഷേ ചിലപ്പോൾ അത് ആദ്യം തന്നെ ലഭിക്കണമെന്നില്ല, മറിച്ച് പരീക്ഷണങ്ങൾക്കും അതിലുള്ള ക്ഷമക്കും ശേഷമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നതിൻ്റെ കൂടെ സബർ പറഞ്ഞത്, ക്ഷമ പറഞ്ഞത്. ലുഖ്മാൻ
എന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം മകനെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ കാണാം, യാ ബുനയ്യ അഖിമിസ് സലാത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, ഓ എൻ്റെ മോനെ, അഖിമിസ് സലാ, നീ നന്മ കൽപ്പിക്കുക, വഅ്മുർ ബിൽ മഅറൂഫ്, നീ നിസ്കാരം നിലനിർത്തുക, വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, വൻഹ അനിൽ മുൻകർ, തിന്മ വിലക്കുക. തൊട്ടുടനെ പറഞ്ഞ എന്താ? വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമിക്കുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയദാർഢ്യം വേണ്ടുന്ന ഖണ്ഡിതമായ കാര്യങ്ങളിൽപ്പെട്ടതാണത്. നോക്കൂ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്താൽ ആളുകൾ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നില്ല, ചുവന്ന പരവതാനി വിരിച്ച് അവർ സ്വാഗതം ഓതണമെന്നില്ല. മറിച്ച് ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയാണ് നന്മ കൽപ്പിക്കുന്നവർക്ക് തിന്മ വിലക്കുന്നവർക്ക് പൊതുവെ കാണാൻ കഴിയുക. കാരണം അത് നബിമാരുടെ വഴിയാണ്. അള്ളാഹുവിൻ്റെ നബിമാരാകട്ടെ ശത്രുക്കളാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വഴി സ്വീകരിക്കുന്നവർ അവരും പരീക്ഷിക്കപ്പെടും. അതിലെ സബർ, അതിലെ ക്ഷമയാകട്ടെ പിന്നീട് അള്ളാഹു ഭൂമിയിൽ സൗകര്യം നൽകാൻ, അവൻ്റെ ദീൻ പാലിക്കാനുള്ള സ്വാതന്ത്ര്യമേകാൻ സഹായിക്കും. അപ്പോഴെന്ത് വേണം? വീണ്ടും ഇത് നടപ്പിലാക്കണം. അതാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്. മുഅ്മിനുകൾ എങ്ങനെയുള്ളവരാണ്? അവർ നാം ഭൂമിയിൽ സൗകര്യം നൽകിയാൽ അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തും, വആതൗസ് സകാ, സകാത്ത് കൊടുത്തു വിട്ടും, വഅമറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കും, വനഹു അനിൽ മുൻകർ, തിന്മ വിലക്കും, വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അള്ളാഹുലേക്കാണ്. പരീക്ഷണത്തിന് ശേഷം ഇതാ യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു ഭൂമിയിൽ, ഈജിപ്തിൻ്റെ ഭൂമിയിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സൗകര്യവും സ്വാതന്ത്ര്യവും അധികാരവുമെല്ലാം നൽകി. റബ്ബ് പറയുന്നു, നമ്മുടെ റഹ്മത്ത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം നൽകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണത്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സൗകര്യങ്ങളും എന്നാൽ പരലോകത്ത് നൽകുന്ന സൗകര്യങ്ങളും. പക്ഷെ അതാണ് ഏറ്റവും വലുത്. അതാണ് അള്ളാഹു ഉടനെ എന്തു പറഞ്ഞത്? പരലോകത്തെ പ്രതിഫലമാണ് അള്ളാഹുൽ വിശ്വസിച്ച അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുകയുണ്ടായി, ഇതിൽ പാഠമുണ്ട്. ആളുകൾക്ക് ദുനിയാവിൽ വല്ല സൗകര്യവും ലഭിച്ചത് നീ കണ്ടാൽ നീ അതിൽ പ്രയാസപ്പെടാൻ പാടില്ല. മറിച്ച് അള്ളാഹു പരലോകത്ത് നൽകുന്ന അജ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുക. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവൻ ദുനിയാവിന് അവന് ലഭിക്കാത്ത സുഖ സൗകര്യങ്ങൾ കണ്ടാൽ അവൻ മനസ്സിലാക്കും ഇതിൻ്റെ എല്ലാം അങ്ങേയറ്റം, ഈ സുഖങ്ങളുടെ എല്ലാം പരിപൂർണത അത് സ്വർഗത്തിനാണുള്ളത്. അവൻ പ്രയാസങ്ങൾ കണ്ടാൽ അവൻ മനസ്സിലാക്കും ഈ പ്രയാസത്തിൻ്റെ എല്ലാം അങ്ങേയറ്റം, അതിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും കടുത്ത രൂപം അത് നരകത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നരകത്തെ ഓർക്കും. അള്ളാഹു ദുനിയാവിലെ തീയെക്കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ആ തീയിലുണ്ട് എന്ത്? ആയാത്തുൽ ലിൽ മുഖ്വീൻ, അത് തദ്കിറത്താണ്. ആ തീ അത് തദ്കിറത്താണ് എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. സൂറത്തു അൽ വാഖിഅയിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് അതിൽ ഓർമ്മപ്പെടുത്തലുണ്ട്. എന്താണ് അതിലെ ഓർമ്മപ്പെടുത്തൽ? തദ്കിറത്ത് എന്ന് പറഞ്ഞത് അത് നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ദുനിയാവിലെ ഏത് പ്രയാസത്തിലും നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ദുനിയാവിലെ ഏത് സുഖസൗകര്യങ്ങളിലും അനുഗ്രഹങ്ങളിലും സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഒരു മുഅ്മിൻ അവന് ലഭിക്കാത്ത ദുനിയാവിലെ നിഅമത്ത് കണ്ടാൽ, അവന് കിട്ടിയിട്ടില്ല, അവന് കിട്ടാത്ത ദുനിയാവിലെ നിഅമത്ത് കണ്ടാൽ അവൻ മനസ്സിൽ പറയും മൗഇദുകൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് കാണാം. മൗഇദുകൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് കാണാം. അതാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അവൻ അങ്ങനെയാണ് ഈ ദുനിയാവിനെ നോക്കിക്കാണുന്നത്. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു യൂസുഫ് അലൈഹിസ്സലാം മസ്റിൻ്റെ അധികാരത്തിൽ അതിലെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തിലെത്തി അതിൻ്റെ തലവനായതിനു ശേഷമുള്ള സംഭവം പറയുകയാണ്.
وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون وجاء إخوة يوسف യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മൂത്ത സഹോദരന്മാർ അതാ മിസ്റിലേക്ക് വരികയാണ്. ഫദഖലു അലൈഹി, അവർ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വന്നു. ഫഅറഫഹും, യൂസുഫ് നബിക്ക് അവരെ മനസ്സിലായി. വഹും ലഹു മുൻകിറൂൻ, അവർക്ക് യൂസുഫിന് മനസ്സിലായില്ല. എന്തിനാണ് അവർ മിസ്റിലേക്ക് എത്തിപ്പെട്ടത്? എപ്പോഴാണിത്? നേരത്തെ സ്വപ്നത്തിൽ കണ്ട രാജാവ് കണ്ട സ്വപ്നത്തിൽ ഉള്ളതുപോലെ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ 7 ക്ഷേമത്തിൻ്റെ സമൃദ്ധിയുടെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. യൂസുഫ് അലൈഹിസ്സലാമാണ് അന്ന് മിസ്റിൽ ഖസാഇനുൽ അർദ്, ഭൂമിയുടെ ഖജനാവുകൾ അഥവാ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്തു? ആ ക്ഷേമത്തിൻ്റെ 7 വർഷം അതിവ്യാപകമായി ഒരു ഭൂമിയും വിടാത്തവണ്ണം വിശാലമായി കൃഷി ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ വ്യാപകമായി കൃഷി ചെയ്തു. കാരണം അത് ക്ഷേമത്തിൻ്റെ 7 വർഷങ്ങളാണ്. പരമാവധി കൃഷി ചെയ്ത് ധാന്യങ്ങൾ മുളപ്പിച്ചുണ്ടാക്കി. എന്നിട്ട് അതിൽ പരമാവധി സംഭരിച്ചു വെച്ചു, ശേഖരിച്ചു വെച്ചു. പരമാവധി സംഭരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുകയുണ്ടായി. എന്തിനു വേണ്ടി? അടുത്ത ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾക്ക് വേണ്ടി. അതിൽ തെളിവുണ്ട്. എന്ത്? ഒരാവശ്യത്തിന് വേണ്ടി ദുനിയാവിൻ്റെ വിഭവങ്ങൾ എടുത്തു വെക്കുക, അത് സൂക്ഷിച്ചു വെക്കുക എന്നത് അനുവദനീയമാണ്. അതൊരിക്കലും തവക്കുലിനെതിരല്ല, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് എതിരല്ല. കാരണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരിൽ ഏറ്റവും മുന്നിൽ അള്ളാഹുവിൻ്റെ നബിമാരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അടുത്ത ക്ഷാമത്തിൻ്റെ 7 വർഷത്തിലേക്ക് വേണ്ടി ഈ ക്ഷേമത്തിൻ്റെ 7 വർഷത്തിൽ ഭക്ഷണധാന്യങ്ങൾ എടുത്തു വെക്കുകയാണ്. അപ്പം അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, അത് ഇതുപോലുള്ള കാര്യങ്ങളുണ്ടോ എങ്കിൽ അത് നല്ലതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂതുസന, ഒരു വർഷത്തെ അവിടത്തേക്കും കുടുംബത്തിനും വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ ദാനം കാരണത്താൽ അത് വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു, വേറെ കാര്യം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു വെച്ചു എന്നത് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ തെളിവാണ്. ഒരാൾ തൻ്റെ മക്കൾക്ക് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടി കരുതലായി പണം എടുത്തു വെക്കുന്നു, അള്ളാഹുവിനോടുള്ള ഹക്ക് അയാൾ അതിൽ വീട്ടുന്നുവെങ്കിൽ, സക്കാത്തിൻ്റെ പരിധി എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സക്കാത്ത് വർഷാവർഷം കൊടുത്തു വീട്ടുന്നു, പാവങ്ങൾ അയാൾ മറക്കുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എങ്കിൽ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നതോ അത് ശേഖരിച്ചു വെക്കുന്നതോ സമ്പാദ്യമുണ്ടാക്കി വെക്കുന്നതോ ഒന്നും ദീനിൽ തെറ്റായ കാര്യമല്ല. മറിച്ച് അത് അനുവദിക്കപ്പെട്ടതും ഒരാളുടെ നീയത്ത് നല്ലതാണെങ്കിൽ പ്രതിഫലാർഹവുമായ കാര്യമാണ്. ഒരാളുടെ നീയത്ത് നല്ലതാണെങ്കിൽ പ്രതിഫലാർഹവുമായ കാര്യവുമാണത്. അപ്പോൾ നോക്കൂ, അതിൽ തെറ്റില്ല. നമ്മുടെ മുൻഗാമികൾ ഇത് രണ്ടും യോജിപ്പിച്ചവർ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ശ്രേഷ്ഠരായ സഹാബിമാർ ദുനിയാവിലെ അവരുടെ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം, അത് സമ്പാദിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോടുള്ള അവരുടെ ഹക്ക് മറക്കാതെ പൂർണ്ണത കൈവരിച്ച ആളുകളാണ്. നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം വ്യാപകമായി കൃഷി ചെയ്യാൻ ഉത്തരവിടുകയും അങ്ങനെ ധാരാളമായി ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. അടുത്ത ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, ആ ക്ഷാമം മിസ്റിൽ ഒന്നാകെ വ്യാപിച്ചു, ഈജിപ്തിനൊന്നാകെ വരൾച്ച പിടിപെട്ടു എന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്കും അത് കടന്നു ചെന്നു. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളും ഉപ്പയും ഉമ്മയൊക്കെ താമസിക്കുന്നത് മിസ്റിലല്ല, അവർ ഫലസ്തീനിലാണ്. അവിടെ നിന്ന് അവർ മിസ്റിലേക്ക് വരാൻ കാരണം എന്താണ്? ഇതാണ് കാരണം. അങ്ങോട്ടേക്കും ഇത് വ്യാപിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ ഭൂമിയുടെ സാമ്പത്തിക ക്രമം എന്നത് പരസ്പരം ബന്ധിക്കപ്പെട്ടാണുള്ളത്. സാമ്പത്തികം അത് എല്ലാ നാടുകളും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ
അതിൻ്റെ നേരെ എതിർഭാഗത്ത് എത്രയോ ദൂരമുള്ള നാടുകളിൽ പോലും അവിടെയുള്ള സാമ്പത്തിക മേഖലയിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്, വസ്തുക്കൾക്ക് വില കൂടുന്നത് അല്ലെങ്കിൽ വില കുറയുന്നത്, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തിനാൽ ഭൂമിയിൽ ചില നാടുകളിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ ചില നാടുകളിൽ ഉണ്ടാക്കിയിട്ടില്ല. ചിലത് ചില നാട്ടിലേ കിട്ടുള്ളൂ, എല്ലാ നാട്ടിലും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആളുകൾക്കിടയിൽ കച്ചവടം നടക്കുന്നത്. കാരണം ഈ കൂട്ടർക്ക് ആവശ്യമുള്ളത് അവർ പണം കൊടുത്ത് അവരോട് വാങ്ങും, അവർക്ക് ആവശ്യമുള്ളത് ഇവരോട് പണം കൊടുത്തു വാങ്ങും. അള്ളാഹു ജനങ്ങളുടെ റിസ്ക് ഇതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെയാണ് അള്ളാഹു ആളുകൾക്ക് എല്ലാവർക്കും ഒരേ കഴിവുകൾ നൽകാത്തത്, എല്ലാവരെയും അള്ളാഹു സമ്പന്നരാക്കാത്തത്. കാരണം എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പന്നരാക്കിയാൽ അവർക്ക് ജോലി ചെയ്യാനും അവരുടെ ഖിദ്മത്തിനൊന്നും ആരെയും കിട്ടുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തിനാൽ ഭൂമിയിൽ ഇങ്ങനെയാണ് ആളുകളെ നിശ്ചയിച്ചിട്ടുള്ളത്, നാടുകളെ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കൂ, മിസ്റിലെ ഈ വരൾച്ച ചുറ്റുഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഇനി ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കച്ചവടവുമായി ബന്ധപ്പെട്ടാൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അവിടെയും വില വർദ്ധിക്കാം, ക്ഷാമമുണ്ടാകാം. ഇങ്ങനെ ക്ഷാമമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഉറപ്പാണ്, ആരുടെയെങ്കിലും പക്കൽ ധാന്യമുണ്ടോ അതിന് വലിയ വിലയായിരിക്കും. ഒരു പിടി ധാന്യം ചിലപ്പോൾ അതിന് സ്വർണം വിലയായി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ക്ഷാമമായി മാറിയേക്കും, ഭക്ഷണം കിട്ടാതെ ആയേക്കും. അതുകൊണ്ടാണ് നോക്കൂ, ഇസ്ലാമിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് കാണാം. പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോൾ ഫത്ർ സക്കാത്ത്, അത് ഭക്ഷ്യധാന്യമല്ലാതെ സ്വീകാര്യമാവുകയില്ല, അത് തന്നെ കൊടുക്കണം. അത് കൊടുത്താൽ അത് ശരിയാവുകയുള്ളൂ. അതുപോലെ ചില തെറ്റുകൾ, അതിന് പ്രായശ്ചിത്തമായി ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഇങ്ങനെ ദീനിൽ നിയമം കാണാം. അവിടെ ഭക്ഷണം പ്രത്യേകമായി പറഞ്ഞെടുത്ത് അത് തന്നെ കൊടുക്കണം. കാരണം അള്ളാഹു അത് നിശ്ചയിച്ചതിന് പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്. ചില കാലം വരും നിന്റെ പോക്കറ്റ് നിറയെ പൈസ ഉണ്ടായാലും തിന്നാനൊന്നും വാങ്ങാൻ കിട്ടുകയില്ല. അങ്ങനെയുള്ള കാലം വന്നേക്കും. അങ്ങനെയുള്ള രൂപത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കും. നമുക്ക് തന്നെ അത്തരത്തിലുള്ള എത്ര അനുഭവങ്ങൾ പകർച്ചവ്യാധി പടർന്നു പിടിച്ച സമയത്തുണ്ടായി. വളരെ എളുപ്പത്തിൽ പോയി വാങ്ങിയിരുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും കിട്ടാതെയായി, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. യാ സുബ്ഹാനല്ലാഹ്, ഇവിടെ ഗൾഫ് യുദ്ധത്തിൻ്റെ സമയത്ത് കുവൈത്തിലുണ്ടായിരുന്ന ചില ആളുകൾ നേരിട്ടുള്ള അനുഭവം പറയുകയുണ്ടായി. അവിടെ രാത്രി കുവൈത്തിൽ എത്രയോ സമ്പന്നരായ ആളുകൾ, അറബികൾ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ രാത്രി നല്ല ഭക്ഷണം കഴിച്ച് അതിൽ ബാക്കി വന്നത് വലിയൊരു ഭാഗം പുറത്തുള്ള വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി തള്ളി. രാത്രിക്ക് രാത്രി യുദ്ധം പുറപ്പെട്ടു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഭക്ഷണമില്ലാതെ വീട്ടിൻ്റെ പുറത്തിറങ്ങി താൻ തലേന്ന് കളഞ്ഞ ഭക്ഷണം എടുത്ത് അതിൻ്റെ ബാക്കിയെടുത്ത് കഴിക്കേണ്ടി വന്ന അവസ്ഥ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. നഅൂദു ബില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കൂ, പണമോ കയ്യിലുള്ള സൗകര്യങ്ങളോ ഒന്നും പ്രയോജനപ്പെടാത്ത അവസ്ഥ. നോക്കൂ, ഭക്ഷണം, ഈ ഭക്ഷ്യധാന്യങ്ങൾ ഈ രൂപത്തിൽ യൂസുഫ് അലൈഹിസ്സലാം സൂക്ഷിച്ചു വെക്കുകയും എന്നിട്ട് ജനങ്ങൾക്ക് അത് വളരെ കൃത്യമായ ഒരു കണക്കിൽ വിതരണം നടത്തുകയും ചെയ്തു. ഈ ക്ഷാമത്തിൻ്റെ കാലത്ത് യൂസുഫ് അലൈഹിസ്സലാം എങ്ങനെയാണ് വിതരണം നടത്തിയത്? വെറുതെ കൊടുക്കുകയല്ല, മറിച്ച് അതിന് വില വാങ്ങിയിരുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില, ക്ഷാമത്തിൻ്റെ സമയത്ത് ആളുകൾ വാങ്ങുന്ന ഇരട്ടിയായുള്ള വിലയല്ല, സാധാരണ വില, അത് വാങ്ങിക്കൊടുത്തിരുന്നു. എന്ന് മാത്രമല്ല, ഒരാൾക്ക് കൊടുത്തിരുന്നത് പരമാവധി ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ മാത്രം, വാരിക്കോരി കൊടുക്കുകയല്ല. ആളെണ്ണം ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്രമാത്രം, ഹെംലു ബഈർ എന്ന് പറയുന്നത്, ഒരു ബഈറിൻ്റെ, ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന അത്രമാത്രം. ഇങ്ങനെ കൃത്യമായി ആളുകൾക്ക് യൂസുഫ് അലൈഹിസ്സലാം ഈ ഭക്ഷ്യധാന്യത്തിൻ്റെ വിതരണം ഏറ്റെടുത്തത് നടപ്പിലാക്കി. നോക്കൂ നിങ്ങൾ, അതിലൂടെ എന്ത് സംഭവിക്കും? ആളുകൾക്കൊക്കെ അത്
കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്അരി ഗോത്രത്തെക്കുറിച്ച്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഗോത്രമാണ്. ആ ഗോത്രത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കൊരു സ്വഭാവമുണ്ട്. അവരിൽ പട്ടിണി ഉണ്ടായാൽ, ആ കുടുംബത്തിൽ പട്ടിണി ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? അവരെല്ലാവരും ഒരുമിച്ചിരിക്കും. എന്നിട്ട് നടുവിൽ അവരുടെ കയ്യിലുള്ളതൊക്കെ എല്ലാവരും വട്ടത്തിലിരുന്ന് നടുവിലേക്ക് വെക്കും. നമുക്കെല്ലാവർക്കും പറയാം, ഉള്ളവർക്ക് മാത്രമല്ല വെക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത ആളുകൾക്ക് അത് സാധിക്കില്ല. എന്നിട്ട് പിന്നെ എല്ലാവരും വീതിച്ചെടുക്കും. എന്ത് സംഭവിച്ചു? ഉള്ളവന്റെ പക്കൽ നിന്ന് ഇല്ലാത്തവന് കൂടി അതിൻ്റെ വിഹിതം കിട്ടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ സ്വഭാവം പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, ഹും മിന്നി വ അന മിൻഹും, അവരെന്നിൽപ്പെട്ടവരാണ്, ഞാൻ അവരിൽപ്പെട്ടവരാണ്. കാരണം ഈ പ്രയാസത്തിൽ അവർ കാണിക്കുന്ന ഈ പരസ്പര സ്നേഹവും ഈ സഹകരണവും കാരണത്താലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അങ്ങനെ പരസ്പരം സഹായിക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ബറക്കത്ത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ആ കുടുംബത്തിലുള്ള ആളുകൾ ചിലപ്പോൾ തിന്മകളിലും മറ്റും വീണുപോകുന്ന ആളുകളാണ് എങ്കിൽ കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ പരസ്പര സ്നേഹവും സഹകരണവും കാരണത്താൽ അവർക്ക് ദുനിയാവ് വാരിക്കൊടുത്തേക്കും, ദുനിയാവ് ധാരാളമായി അവർക്ക് നൽകി. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. കാരണം അത് വലിയ ഗുണമാണ്. കൂട്ടത്തിലുള്ള പാവങ്ങളെ, സാധുക്കളെ കണ്ടറിയുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹുവിലേറെ പരിഗണനീയമായ കാര്യമാണ്. യൂസുഫ് അലൈഹിസ്സലാം ഈ രൂപത്തിൽ വിതരണം ചെയ്താൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ആ വിവരം ചുറ്റുമുള്ള നാടുകളിൽ അറിയും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ നാട്ടിലേക്ക്, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ഒടുവിൽ ആരെത്തിച്ചേർന്നത്? യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ എത്തിച്ചേർന്നത് ഇങ്ങനെയാണ്. അവർ വന്നു, കൊട്ടാരത്തിൽ യൂസുഫ് അലൈഹിസ്സലാം ഇരിക്കുന്ന ആ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു. അവിടെ രാജകീയമായ സദസ്സിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ ഇരിക്കുന്ന കസേരയിലിരിക്കുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ കണ്ടു. അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെറിയ കുട്ടിയായിരിക്കെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരനാണ് ഇത് എന്ന് അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ, പിന്നീട് ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ, പിന്നെ വീണ്ടും കൊട്ടാരത്തിലെത്തിയ വർഷങ്ങൾ. ആദ്യത്തേത് അസീസിൻ്റെ കൊട്ടാരമാണ്, ഇത് മന്ത്രിയുടെ കൊട്ടാരമാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഇത്രയും കാലം കഴിഞ്ഞാൽ അനുജനെ അവർ തിരിച്ചറിയുകയില്ലെന്ന് സ്വാഭാവികമാണ്. അവർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിന് അവരെ മനസ്സിലായി, ജ്യേഷ്ഠന്മാരെ മനസ്സിലായി. എന്തുണ്ടായി? വലമ്മ ജഹസഹും ബിജഹാസിഹിം ഖാല അതൂനി ബിഅഖിൻ ലക്കും മിൻ അബീക്കും അലാ തറൗന അന്നി ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. വലമ്മ ജഹസഹും ബിജഹാസിഹിം, അവർക്ക് കൊടുക്കാനുള്ള ധാന്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഖാൽ, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, അതൂനി ബിഅഖിൻ ലക്കും മിൻ അബീക്കും, നിങ്ങളുടെ ആ സഹോദരനെയും കൂട്ടി നിങ്ങൾ അടുത്ത തവണ വരണം, നിങ്ങളുടെ ഉപ്പയൊത്ത സഹോദരനെ. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ? അന്നി ഊഫിൽ കൈല, ഞാൻ അളവ് തികച്ചു കൊടുക്കുന്നു എന്ന്. വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നന്നായി ആതിഥ്യം അരുളുന്നു, വരുന്ന ആളുകളെ നന്നായി സ്വീകരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം അവരോട് വന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ കുടുംബം ഇതൊക്കെ ചോദിച്ചു എന്നാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇത്ര പേരുണ്ട്. ഒരു അനുജനുണ്ട്, പക്ഷെ ആ അനുജനെ ഞങ്ങൾ കൂട്ടി വന്നിട്ടില്ല. അതാരാണ്? അത് ബിന്യാമീനാണ്. ബിന്യാമീൻ അവരുടെ അനുജനാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും ഇളയ അനുജനാണ് ബിന്യാമീൻ. യൂസുഫ് നബിയും ബിന്യാമീനും ഒരേ ഉമ്മയുടെ മക്കളാണ്. ബാക്കിയുള്ളവരുടെ ഉമ്മ വേറെയാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഷഖീഖാണ് ആര്? ബിന്യാമീൻ. ഷഖീഖ് എന്നാൽ ഉമ്മ ഉപ്പയൊത്ത സഹോദരനാണ് ഷഖീഖ്. അതേസമയം ബാക്കിയുള്ള സഹോദരങ്ങൾ അങ്ങനെയല്ല. അത് അവരുടെ സ്നേഹക്കുറവിൻ്റെ, അവരുടെ അസൂയയുടെ പിന്നിൽ ഇതുകൂടി കാരണമായി പ്രവർത്തിക്കും. സ്വാഭാവികമാണ്. കാരണം ഒരേ ഉമ്മയും ഉപ്പയൊത്ത മക്കൾ തമ്മിലുള്ള അടുപ്പം ചിലപ്പോൾ ഉമ്മ മാത്രം ഒത്ത അല്ലെങ്കിൽ ഉപ്പ മാത്രം ഒത്ത സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു അനുജൻ കൂടി അവർക്കുണ്ട്, പക്ഷെ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് നമുക്ക് മനസ്സിലാക്കാം, യാക്കൂബ് അലൈഹിസ്സലാം ഇത്രയും വലിയ ആവശ്യം ഉണ്ടായിട്ടും ആരയച്ചില്ല?
ബിന്യാമിൻ അവരുടെ കൂടെ അയച്ചില്ല. കാരണം യൂസുഫ് അലൈഹിസ്സലാം നഷ്ടപ്പെട്ടതിന് ശേഷം ബിന്യാമീനിൽ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിനെ കണ്ടിരുന്നു. ചില തഫ്സീറുകളിൽ വന്നതുപോലെ യൂസുഫിൻ്റെ സുഗന്ധം യാക്കൂബ് ആരിൽ അറിഞ്ഞിരുന്നു? ബിന്യാമീനിൽ അറിഞ്ഞിരുന്നു. മാതാപിതാക്കൾക്ക് മക്കളിൽ എന്തുണ്ടാകും? സുഗന്ധമുണ്ടാകുമെന്ന്. ചിലപ്പോൾ എല്ലാ വിലയേറിയ സുഗന്ധങ്ങളെക്കാളും വലിയ സുഗന്ധം ആരിൽ വാസനിക്കാൻ സാധിക്കും? അവനവൻ്റെ മക്കളിൽ വാസനിക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹസനെയും ഹുസൈനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൈഹാനത്തുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കാണാം. നബിയുടെ റൈഹാന. റൈഹാന എന്നത് ഒരു സുഗന്ധ പുഷ്പമാണ്. നല്ല മണമുള്ള ഒരു പുഷ്പത്തിൻ്റെ പേരാണെന്ത്? റൈഹാൻ എന്നത്. ഒരാൾക്ക് തൻ്റെ കുഞ്ഞിൻ്റെ മണം എന്ന് പറയുന്നത് ബാക്കിയുള്ള പലതിനേക്കാളും ഇഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുട്ടിയെ ചുംബിച്ചതിനെ കുറിച്ച് ഹദീസിൽ കാണാം, ഖബ്ബലഹു വ ശമ്മഹു. ഖബ്ബലഹു വ ശമ്മഹു എന്താണ് അതിൻ്റെ അർത്ഥം? മലയാളത്തിൽ ഇറക്കിയ അർത്ഥം മുത്തിമണത്തു എന്ന് പറയണം. മുത്തിമണത്തു. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഒരു അറബി സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക, അതിനെ ഉറക്കിക്കൊണ്ടിരിക്കെ ഒരു കവിത ചൊല്ലുകയുണ്ടായി. അവർ പാടി, യാ ഹബ്ബദ റീഹുൽ വലദ് റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ് അം ലം യലിദ് ഖബ്ലി അഹദ്. യാ ഹബ്ബദ റീഹുൽ വലദ്, കുഞ്ഞിൻ്റെ സുഗന്ധം എത്ര നല്ല സുഗന്ധമാണ്. റീഹുൽ ഖുസാമ ഫിൽ ബലദ്, ഖുസാമയുടെ ഗന്ധമാണ്. ഖുസാമ എന്നത് ലാവൻഡറിനാണ് എന്ത് പറയുക? ഖുസാമ. ആ വയലറ്റ് നിറത്തിലുള്ള ആ സുഗന്ധം നിറഞ്ഞ പുഷ്പം. റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ്, എല്ലാ കുട്ടിയും ഇങ്ങനെയാണോ? അം ലം യലിദ് ഖബ്ലി അഹദ്, അതല്ല എനിക്ക് മുൻപ് ആരും പ്രസവിച്ചിട്ടില്ലേ? എനിക്ക് മുമ്പ് ആർക്കും കുട്ടി ഉണ്ടായിട്ടില്ലേ? ഇതെല്ലാവർക്കും ഉള്ള അനുഭവമാണോ? അല്ല എനിക്ക് മാത്രമാണോ? യഹബ്ബദ റീഹുൽ വലദ് റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ് അം ലം യലിദ് ഖബ്ലി അഹദ്. ഇങ്ങനെയാണ് ആളുകൾക്ക് അവരുടെ മക്കൾ. യാക്കൂബ് അലൈഹിസ്സലാം ബിന്യാമീനെ തൻ്റെ അടുത്ത് തന്നെ എപ്പോഴും നിർത്തിയിരുന്നു. യൂസുഫിൻ്റെ ഓർമ്മകൾ, യൂസുഫിൻ്റെ ഗന്ധം, യൂസുഫിൻ്റെ ആ വിടവ് നികത്തുവാനെന്ന വണ്ണം ബിന്യാമീനെ യാക്കൂബ് അലൈഹിസ്സലാം കൂടെ തന്നെ നിർത്തിയിരുന്നു. എവിടെയും പറഞ്ഞയച്ചിരുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാമിനെ നേരത്തെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞതുപോലെ, ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബു ബിഹി, നിങ്ങൾ മകനെയും കൊണ്ട് പോവുക എന്നത്, അവനെയും കൊണ്ട് പോവുക എന്നത് എനിക്ക് ദുഃഖമുണ്ടാക്കും, പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നോക്കൂ, ഇത് മനുഷ്യരുടെ പ്രകൃതമാണ്. അവരുടെ മക്കളോടുള്ള ഈ രൂപത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന റഹ്മത്താണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുലയൂട്ടാൻ ഏൽപ്പിച്ചിരുന്നു ഇബ്രാഹിമിനെ. ഇബ്രാഹിമിനെ ഒരു കൊല്ലൻ്റെ ഭാര്യയുടെ അരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടാൻ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് കറുത്ത പുകയൊക്കെ ഉള്ള ഒരു വീടായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് ചെല്ലും മകനെ സന്ദർശിക്കാൻ. ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കും, വാസനിക്കും അവിടുത്തെ മകനെ. സഹാബത്ത് പറയുന്നത് കാണാം, നബിയെ പോലെ മക്കളെ ഇതുപോലെ ഓമനിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, യാക്കൂബ് അലൈഹിസ്സലാമിന് ഈ സ്നേഹം ഇങ്ങനെ ഉള്ളത് കൊണ്ട് കുഞ്ഞു മകനെ അവരുടെ കൂടെ വിട്ടിട്ടില്ല. യൂസുഫ് അലൈഹിസ്സലാമിനാകട്ടെ തൻ്റെ സഹോദരനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. തൻ്റെ ഇളയ സഹോദരനെ, തൻ്റെ ഷഖീഖിനെ കാണാൻ കടുത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഇനി വരുമ്പോൾ എന്ത് വേണം? കണ്ട ആ സഹോദരനെ കൂട്ടി വരണം. കാണുന്നില്ലേ ഞാൻ എത്ര കൃത്യമായിട്ടാണ്, എത്ര നന്നായിട്ടാണ് നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തൂക്കി അളന്നു തരുന്നത്. ഞാൻ നല്ല നല്ല ആതിഥ്യം അരുളുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിലെന്താണ്? തർഗീബാണ്, വരാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അടുത്തത് വന്നില്ലെങ്കിൽ ഇന്നതാണെന്ന ഒരു ഭീഷണിയാണ്. അടുത്ത വാക്ക് എന്താണ്? അള്ളാഹു പറഞ്ഞത്, ഫഇല്ലം തഅതൂനി ബിഹി, ഇനി അതല്ല നിങ്ങൾ അനുജനെ കൂട്ടി വരുന്നില്ല എങ്കിൽ ഫലാ കൈല ലക്കും ഇൻദി, ഞങ്ങൾക്ക് ഇനി അളന്നു തരാൻ പോകുന്നില്ല. വലാ തഖറബു, നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട.
അഥവാ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെല്ലാനും വർത്തമാനം പറയാനും അത് എളുപ്പമുള്ള കാര്യമാകണമെന്നില്ല എല്ലാവർക്കും. കാരണം ഉന്നത സ്ഥാനമുള്ള ആളാണ്, നേരിട്ട് കാണുക, ആ സന്നിധിയിൽ എത്തുക എന്നത് എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കണോ, ഇനി വരുമ്പോൾ എന്ത് ചെയ്യണം, അനുജനെ കൂട്ടി വരണം. ചില തഫ്സീറുകളിൽ കാണാം ഈ രൂപത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറയാൻ ചില ഉപായങ്ങൾ പ്രയോഗിച്ചു എന്നാണ്. ആദ്യം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ മറ്റുള്ള നാട്ടിൽ നിന്ന് വന്ന വല്ല ചാരന്മാരോ മറ്റോ ആണോ? അപ്പം അവർ പറഞ്ഞു, അല്ല, ഞങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടു വന്നതാണ്. അത് ശരി, നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ ഇത്ര പേരുണ്ട്. എന്നാൽ ഞങ്ങൾ ആ അനുജനെയും കൂട്ടി അടുത്ത തവണ വരണം. ഈ രൂപത്തിൽ ചില ഉപായങ്ങൾ പ്രയോഗിച്ചു എന്നാണ്. അവർ അടുത്ത തവണ വരാൻ വേണ്ടി അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാം, അവൻ്റെ ഉപ്പയോട് അഥവാ ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങൾ അതിനുവേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കാം. റാവദ എന്നത് സാധാരണ ഒരു പറച്ചലല്ല, മറിച്ച് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതിനാണ് റാവദ എന്ന് പറയുക. നേരത്തെ യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ആ സ്ത്രീ ശ്രമിച്ചതിനെ കുറിച്ച് ഈ വാക്കാണ് അള്ളാഹു പ്രയോഗിച്ചു, വറാവദതു അല്ലതി ഹുവ ഫി ബൈതിഹ അൻ നഫ്സിഹി എന്ന്. അപ്പം അത് ഒരു പരിശ്രമം നിറഞ്ഞ ഒരാവശ്യപ്പെടലാണ്. ഒരുവണ പറഞ്ഞ് നമ്മളോട് അയക്കും അങ്ങനെ പറയലല്ല, മറിച്ച് വീണ്ടും വീണ്ടും ആവശ്യപ്പെടലാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. വഇന്നാ ലഫാഇലു, ഞങ്ങൾ ചെയ്യാം. അതിൽ നിന്നുകൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാം, അങ്ങനെ ഇങ്ങനെയൊന്നും യാക്കൂബ് അലൈഹിസ്സലാം ഈ മകനെ അവരുടെ കൂടെ വിട്ടുകൊടുക്കുകയില്ല. അതവർക്കും അറിയാം. അങ്ങനെ ഉണ്ടായി. യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്തു, അവരറിയാതെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ജോലിക്കാരോട് പറഞ്ഞു, വഖാല ലിഫിത്യാനിഹി ജഅലൂ ബിദാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഇൻഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ജോലിക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, അവർ ഈ ഭക്ഷണത്തിന് പകരമായി തന്നതുണ്ടല്ലോ, അവർ തന്ന വില, അതാണ് ബിദാഅ, അവരുടെ ബിദാഅത്ത് എന്ന് പറയും. അവർ ഇതിന് പകരമായി കൊണ്ടുവന്ന വസ്തുക്കളെന്തോ അത് അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ അവരറിയാതെ വെച്ചു കൊടുക്കുക. ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഇൻഖലബൂ ഇലാ അഹ്ലിഹിം, അവരവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയാൽ അത് തിരിച്ചറിയട്ടെ. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വരാൻ വേണ്ടി. യൂസുഫ് അലൈഹിസ്സലാം ഇത് ചെയ്തത് മുഫസ്സിറുകൾ ഒന്നിലധികം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പറഞ്ഞത് കാണാം. ഒന്ന്, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് അതിന് വില വാങ്ങാൻ യൂസുഫ് അലൈഹിസ്സലാം മടിച്ചു. രണ്ട്, യൂസുഫ് അലൈഹിസ്സലാമിന് അറിയാം ഇവരുടെ കയ്യിൽ അത്രയേ ഉള്ളൂ, ഉള്ളത് കൊണ്ട് വന്നതാണ്, അങ്ങനെ വിട്ടുകൊടുത്തു. അത് പിന്നീട് സുബ്ഹാനല്ലാഹ് പിന്നീടുള്ള വരവിൽ നമുക്ക് കാണാം. അവർ വന്ന് പറയുന്നുള്ളൂ, വജിഇനാ ബിബിദാഅത്തിൻ മുസ്ജാഅത്തിൻ ഫഔഫി ലനാ അൽകൈല വതസദ്ദഖ് അലൈനാ, ഞങ്ങൾ വന്നിട്ടുള്ളത് തീരെ വിലയില്ലാത്ത ചില വസ്തുക്കളും കൊണ്ടാണ്. അവസാന തവണ അവർ വരുമ്പോൾ തീരെ വിലയില്ലാത്തത് കൊണ്ടായിരുന്നു അവർ വന്നത്. അതുകൊണ്ട് ഇത് സ്വീകരിച്ച് ഞങ്ങൾക്ക് തരാനുള്ളത് പൂർത്തീകരിച്ച് തരണം എന്നവർ പറയുന്നത് കാണാം. അപ്പോഴാണ് യൂസുഫ് അലൈഹിസ്സലാം അവരോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. മുഫസ്സിറുകൾ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിന് ആ സമയത്ത് പ്രയാസമുണ്ടായി. യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിൽ വേദന, കാരണം സഹോദരൻ അവസാനം തീരെ വിലയില്ലാത്ത, തഫ്സീറുകളിൽ ചിലതിൽ കാണാം അവർ കയറിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെയാണ് അവസാനം എടുത്തു വന്നത്, ഒന്നുമില്ല അതിന് പകരം ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം കൊടുക്കാൻ. ഇത് കണ്ടപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് പറയുന്നത്. എന്നാൽ ഈ ആദ്യത്തെ തവണ ഇവർ കൊണ്ടുവന്നത് വിലയുള്ള വസ്തുക്കൾ തന്നെയാണ്, അത് തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഫസറുകൾ ചിലർ പറഞ്ഞത് കാണാം, സഹോദരങ്ങളിൽ നിന്ന് വാങ്ങാൻ മടിച്ചു, അല്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നും ഇല്ലാന്നറിയാം. അതുപോലെ മറ്റൊരു കാരണം, അവർ തിരിച്ചു വരണം. ഇത് മൂന്നും ഒരുമിച്ച് യോജിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. മൂന്ന് കാരണവും ഒരുമിച്ചുണ്ടാകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ നോക്കൂ, അങ്ങനെ പറഞ്ഞു. അത് അവരുടെ ഭാണ്ഡങ്ങളിൽ അവരറിയാതെ വെച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് കൊടുത്ത വിലയും കിട്ടിയിരിക്കുന്നു, അതുപോലെ ധാന്യങ്ങളും കിട്ടിയിരിക്കുന്നു. അവർ തിരിച്ചുപോയി ഫിലസ്തീനിലെത്തി. ഫലമ്മാ റജഉ ഇലാ അബീഹിം, അവരുടെ ഉപ്പയുടെ അരികിലേക്ക്, യാഖൂബ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അവർ തിരിച്ചെത്തിയപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഓപ്പ, മുനഅ മിനൽ കൈൽ, ഇതാ നമുക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെട്ടിരിക്കും, ഇനി തരൂല എന്നാണ് പറയുന്നത്.
ഇനി തരില്ല എന്നാണ് പറയുന്നത്. ഫഅർസിൽ മഅന അഖാന, അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ കൂടെ വിട്ടുതരൂ. നക്തൽ, നമുക്ക് അളന്ന് എടുക്കാം, കിട്ടാനുള്ളതൊക്കെ കിട്ടും. ഇന്നാ ലഹു ലഹാഫിദൂൻ, ഞങ്ങൾ സഹോദരനെ സൂക്ഷിച്ചുകൊള്ളാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇവിടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഞങ്ങളുടെ സഹോദരനെ അർസിൽ മഅന അഖാന, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്നാണ്. ഇതിന് ശേഷം പിന്നീട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബിനിയാമീൻ മോഷണം ആരോപിക്കപ്പെട്ടാണ് മിസ്രിൽ കഴിയേണ്ടി വരുന്നത് അവരുടെ അറിവിൽ. അപ്പുപ്പയോടെ എന്ന് പറയുന്നത് എന്താ? ഇന്നബിനൊക്കെ സറഖ്, നിങ്ങളെ മോൻ കട്ടുന്നാണ്. ഞങ്ങൾ കൂടെ അയക്കണം എന്ന് പറയുമ്പോൾ എന്താ? അർസിൽമാൻ അഖാന, നിങ്ങളുടെ സഹോദരന് കൂടെ അയക്കും. മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സഹോദരൻ കട്ടു എന്നല്ല, പിന്നെ ഇന്നബിനൊക്കെ സറഖ്, നിങ്ങളുടെ മകൻ കട്ടു എന്നാണ്. നമുക്ക് നിങ്ങൾ ആളുകൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ആളുകൾ പൊതുവെ ചെയ്യുന്നതാണ്. കുട്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ പറയും എൻ്റെ മോനാണ്, മോശം കാര്യം ചെയ്യാൻ എൻ്റെ മോനല്ലേ എന്ന് പറയും. ഇതുപോലെ ഇപ്പോൾ നോക്കി, ഫഅർസിൽ മഅന അഖാന, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയക്കൂ. നക്തൽ വഇന്നാ ലഹു ലഹാഫിദൂൻ. യാഖൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ വഹുവ അർഹമുർ റഹീമീൻ. ഖാല ഹൽ ആമനുകും അലൈഹി, യാഖൂബ് അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ ബിന്യാമിന്റെ കാര്യത്തിൽ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാമോ? ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ, അവന്റെ സഹോദരന്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂ? അഥവാ അന്ന് അങ്ങനെ ഉണ്ടായി, അതുണ്ടാവുകയില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഫല്ലാഹു ഖൈറുൻ ഹാഫിദ, അള്ളാഹുവാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. വഹുവ അർഹമുർ റഹീമീൻ, അവനാണ് കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവൻ. യാഖൂബ് അലൈഹിസ്സലാം സമ്മതിച്ചില്ല എന്നർത്ഥം. വലമ്മ ഫതഹു മതാഅഹും, അവരവരുടെ ഭാണ്ഡങ്ങൾ തുറന്നപ്പോൾ വജദു ബിദാഅതഹും റുദ്ദത് ഇലൈഹിം, അവരുടെ വസ്തുവകകൾ അതാ തിരിച്ചു കിട്ടിയതായി, അവർ വിലയായി കൊടുത്തതും കൂടി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. ഖാലു, അവർ പറഞ്ഞു, യാ അബാന ഔ മാ നബ്ഗി ഹാദിഹി ബിദാഅതുനാ റുദ്ദത് ഇലൈന, ഇനി നമുക്ക് എന്ത് വേണം? നമുക്കിതാ നമ്മുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. വനമീറു അഹ്ലന, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ ധാന്യങ്ങൾ ശേഖരിച്ച് നമുക്ക് കൊണ്ടുവരാം. വനഹ്ഫദു അഖാന, ഞങ്ങളുടെ സഹോദരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. വനസ്ദാദു കൈല ബഈർ, ഒരു ഒട്ടകം നിറയെ, ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന അത്രയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദാലിക കൈലു യസീർ, വളരെ എളുപ്പത്തിൽ അത് കൊണ്ടുവരാൻ സാധിക്കും. യാഖൂബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഖാല ലൻ ഉർസിലഹു മഅക്കും, ബിന്യാമിനെ നിങ്ങളുടെ കൂടെ ഞാൻ അയക്കുന്ന പ്രശ്നമില്ല. ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് എനിക്ക് ഉറപ്പ് തന്നാലല്ലാതെ ല തഅ്തുന്നനി ബിഹി, ബിന്യാമിനെയും കൊണ്ടേ നിങ്ങൾ തിരിച്ചു വരൂ. ഇല്ല അയ്യുഹാത ബിക്കും, നിങ്ങൾക്ക് ഒന്നാകെ എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ ഒന്നാകെ എവിടെയെങ്കിലും കുടുങ്ങി പോവുക, അങ്ങനെയല്ലാതെ നിങ്ങൾ എന്തായാലും ബിന്യാമിനെയും കൊണ്ടേ വരൂ എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് ഉറപ്പ് തരാത്തിടത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല. ഇവിടെ നോക്കൂ, ആദ്യത്തെ വാക്കിൽ യാഖൂബ് അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? യൂസുഫിൻ്റെ കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു മസ്അലക്ക് തെളിവുണ്ട്. എന്താണത്? ആളുകളിൽ നിന്ന് മുൻ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ സംശയാസ്പദമായ എന്തെങ്കിലും മോശമായ അടയാളങ്ങൾ കാണുകയോ ചെയ്താൽ ആളുകളെക്കുറിച്ച് നമ്മളൊരു കരുതലോടെ നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ ഒരു മുസ്ലിമിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കണം എന്നതിന് എതിരല്ലാതെ. ശരിയാണ്, മുസ്ലിമീങ്ങളെക്കുറിച്ച് നല്ലത് കരുതണം, അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കണം. പക്ഷേ എന്തെങ്കിലും മോശമായ അടയാളങ്ങൾ കണ്ടാൽ, അതിനെ പറ്റിയ കരീനത്തുകൾ കണ്ടാൽ നമ്മൾ അതിന് തത്തുല്യമായി ജാഗ്രത കൈക്കൊള്ളുന്നതിൽ, മുൻകരുതലുകൾ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. യാഖൂബ് അലൈഹിസ്സലാം അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ സത്യം പറഞ്ഞത്, അവർ പറഞ്ഞത് കളവല്ല. അവർ ബിന്യാമിനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, യൂസുഫിനെ ഉദ്ദേശിച്ചതുപോലെ. പക്ഷേ യാഖൂബ് അലൈഹിസ്സലാം ചോദിക്കുന്നത് യൂസുഫിൻ്റെ കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ അല്ലാതെ എനിക്ക് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്.
അവർ പറഞ്ഞത് സത്യമാണ് എന്നിട്ട് കൂടി. കാരണം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മുൻ അനുഭവം അതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭമുണ്ടോ സൂക്ഷിക്കുന്നതിൽ, ജാഗ്രതയോടെ നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ച് തട്ടിപ്പും വഞ്ചനയും ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട അവസ്ഥയും ഒക്കെ നാട്ടിൽ വ്യാപകമായാൽ പ്രത്യേകിച്ച് അത് യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതില്ല ഇത് ഇന്നതാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഏത് നമുക്ക് ഉറപ്പ് വരാത്തിടത്തോളം പറയേണ്ടതില്ല. പക്ഷേ ജാഗ്രത കൈക്കൊള്ളുന്നതിൽ, സൂക്ഷിക്കണമെന്ന ആളുകളോട് പറയുന്നതിൽ യാതൊരു തകരാറുമില്ല. കരീനത്തുകളിൽ നിന്ന് അത് മനസ്സിലാക്കാം. അതിനപ്പുറത്തിപ്പുറത്തേക്കുള്ള അടയാളങ്ങളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. തെറ്റില്ല, അങ്ങനെ ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ ആളുകളുടെ സമ്പത്തും അഭിമാനവും ഒക്കെ വെറുതെ ആളുകൾ കളഞ്ഞു കുടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് സംരക്ഷിക്കേണ്ടതാണ്. ജനങ്ങളുടെ രക്തവും അഭിമാനവും അവരുടെ സമ്പത്തുമെല്ലാം സംരക്ഷിക്കേണ്ട ദീൻ അത് സംരക്ഷിക്കാനാണ് വന്നത്. ദീൻ അത് കളഞ്ഞു കുടിക്കാനല്ല വന്നത്. വലിയ അപകടങ്ങൾ പിന്നീട് ഉണ്ടായി പ്രയാസപ്പെടുന്നതിനേക്കാൾ നല്ലത് അതാണ്. നോക്കൂ, ആളുകൾ പലപ്പോഴും അവരുടെ വീടുകളിൽ ജനങ്ങളെ, മഹറമായ ആളുകളല്ലാത്ത പുരുഷന്മാരെ ഒക്കെ ഒരു മറയും തടസ്സവും ഇല്ലാതെ കയറ്റുന്നത് കാണാം. അതാരാണ്? അത് അവൻ്റെ കൂട്ടുകാരാണ്. എല്ലാവരും കൂടി വീട്ടിൽ വരുന്നു. വീട്ടിൽ പെൺകുട്ടികളുണ്ട്. ഒരു മര്യാദയുമില്ലാതെ അടുക്കള വരെ ചില നാടുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ബെല്ലടിക്കുക പോലും ചെയ്യുകയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ടാവും. അയൽവാസിയാണ്. പുരുഷന്മാർ സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിലേക്ക് ഇങ്ങനെ വരിക എന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും പാടില്ല. അയൽവാസിയോ ബന്ധുവോ ആരാകട്ടെ, മഹറമുകളായ ആളുകൾ പോലും ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് കയറണം എന്നാണ്. എൻ്റെ ഉമ്മയുടെ റൂമിലേക്കാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ സലഫുകളിൽ ചിലർ പറഞ്ഞു, എൻ്റെ ഉമ്മയോ പെങ്ങളോ അവർ വ്യസ്തരായിരിക്കുക, നീ അങ്ങോട്ട് കയറി ചെന്നവരെ കാണുക, നിനക്ക് ഇഷ്ടപ്പെടുള്ള കാര്യമാണോ? പറഞ്ഞു ഒരിക്കലുമല്ല. എന്നാൽ നീ അനുവാദം ചോദിക്കണം. ആളുകളുടെ വീടുകൾ, അവരുടെ മുറികൾ, അതൊക്കെ ജനങ്ങളുടെ സ്വകാര്യതകളാണ്. അത് മാനിക്കണം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചില ഗ്രാമങ്ങളിലൊക്കെ ഇത് വ്യാപകമാണ്. പുരുഷന്മാർ അപ്പുറത്തെ വീട്ടിലേക്ക് കയറി വരും. എങ്ങനെ? അടുക്കള വഴി, അടുക്കള പുറത്തൂടെ. ഇവനെന്താണ്? മുന്നിലൂടെ വരണം, അനുവാദം ചോദിക്കണം, ബെല്ലടിക്കണം, അല്ലെങ്കിൽ വാതിൽ മുട്ടണം, വശത്തേക്ക് മാറി നിൽക്കണം. നേരെ ഡോർ തുറന്നാൽ വീട്ടിൻ്റെ ഉള്ളകം വരെ കാണുന്ന രൂപത്തിൽ നിൽക്കാൻ പാടില്ല, വശത്തേക്ക് മാറി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഅ്ദാൻ മിൻ അജലിൻ നദർ. അനുവാദം ചോദിക്കുക എന്ന നിയമം തന്നെ ദീനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നോട്ടം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഉള്ളകം വരെ കാണുന്ന രൂപത്തിൽ നിൽക്കരുത്, വശത്തേക്ക് മാറി നിൽക്കുക. നീ അവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക. ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയരുത്, പേര് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു വരികയാണ്. നബി ചോദിച്ചു, കയറാൻ അനുവാദം ചോദിച്ചപ്പോൾ നബി ചോദിച്ചു, ആരാണ്? ജാബിർ പറഞ്ഞു, ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന. എന്ത് ഞാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അന. എന്ത് ഞാൻ? പേര് പറയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സഹാബിമാരോട് നബി പഠിപ്പിച്ച മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചിലരും വീട്ടിനകത്തിരിക്കുകയാണ്. ഒരാൾ വന്നു, എന്നിട്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പറഞ്ഞു, അയാളോട് പോയി പറഞ്ഞു കൊടുക്ക്, ആദ്യം സലാം പറയാം, എന്നിട്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കാം, അനുവാദം ചോദിക്കാം. ഇത് പുറത്തേക്കുന്ന ആൾ കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും അദ്ഖുൽ, അസ്സലാമു അലൈക്കും, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കയറാൻ പറഞ്ഞു. ഒക്കെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഏറ്റവും സൗമ്യമായി പെരുമാറിയ, ജനങ്ങളോട് അത്രയും റിഫ്കോടെ റഹ്മത്തോടെ പെരുമാറിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മര്യാദകൾ പാലിക്കാതിരുന്നാൽ ഇത്ര കണിശമായിട്ടാണ് അവരെ പഠിപ്പിച്ചത്. നോക്കി, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഒരു വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലെ ഇരുമ്പിൻ്റെ ഒരു ചീർപ്പെടുത്താൻ കൊണ്ട് ചെല്ലുകയാണ്. എന്തിനാണ്? അതേ നോട്ടം തുടർന്നെങ്കിൽ കണ്ണിന് കുത്താനാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ നോക്കുകയും
വീട്ടുകാരൻ വല്ലതും എടുത്ത് അവന് എറിയുകയും ചെയ്തു, അവൻ്റെ കണ്ണുപൊട്ടി പൊട്ടിപ്പോയി എങ്കിൽ ഖിസാസില്ല, തിരിച്ചുവിൻ്റെ കണ്ണുപൊട്ടിക്കാൻ പാടില്ല. കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതാണ് ദീനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലെ നിയമം. പക്ഷേ ഇവിടെ തിരിച്ചു ചെയ്യൂല. മറ്റു ചില റിവായത്തുകൾ കാണാം വല ദിയ, നഷ്ടപരിഹാരമില്ല. കണ്ണില്ലാതെ മാത്രമല്ല, കണ്ണ് പോയതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം പൈസ കൊടുക്കുക, അതുമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമാണ് കാര്യം. അതുകൊണ്ട് ജനങ്ങളുടെ സ്വകാര്യതകളെ മാനിക്കണം, അത് പാലിക്കണം. അത് വീട്ടുകാരൻ ശ്രദ്ധിക്കണം. അവനവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ കയറി വരുന്നത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അയൽവാസിയാണെങ്കിലും ആ മര്യാദ അവരെ പഠിപ്പിക്കണം. വീട്ടിലേക്ക് അങ്ങ് അനുവാദം ചോദിക്കാതെ ഉള്ളിലേക്ക് കയറി വരാൻ പാടില്ല. അനുവാദം ചോദിക്കണം, എന്നിട്ട് കയറാൻ പാടുള്ളൂ എന്ന് പറയണം. മനസ്സിലായില്ലേ? അത് നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കണം. അവൻ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ വിടരുത്. കാരണം അല്ലെങ്കിൽ ഉണ്ടാവുക ഒരിക്കലും ചിലപ്പോൾ നീ ഖേദിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ദുരന്തങ്ങളായിരിക്കും. എത്രയോ വീടുകളിൽ ചില വീടുകളുണ്ടാവും, പഴയ കാലത്തെ സത്രങ്ങൾ പോലെ ഇരിക്കും. ആർക്കും എപ്പോഴും കയറാം, ഇരുന്ന് വർത്താനം പറയാം, റൂമിലേക്ക് കയറാം. അങ്ങനെയുള്ള ഇടങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ട്, അവിഹിത ബന്ധങ്ങളും വൃത്തികേടുകളും സംഭവിച്ചിട്ട് പിന്നെ കിടന്ന് കരണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ആദ്യം ശ്രദ്ധിക്കണം. അയൽവാസികളോ അതുപോലെ ബന്ധുക്കളോ ആരാകട്ടെ വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണം. നീ നിൻ്റെ വീട്ടിൽ തന്നെ ഒരാൾ അടച്ചിട്ട് മുറിയിലുണ്ട് എങ്കിൽ കയറുമ്പോൾ മുട്ടണം. സുബ്ഹാനല്ലാഹ്, കുട്ടികളത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് മനസ്സിലായില്ലേ? കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അപ്പം മുതിർന്നവരുടെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും മോശമായ അടയാളങ്ങൾ കണ്ടാൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഈ രൂപത്തിലല്ലാതെ വിട്ടുതരികയില്ല. അവരെന്തു ചെയ്തു? ആ സഹോദരങ്ങൾ എല്ലാവിധത്തിലും സത്യം ചെയ്ത് സകല ഉറപ്പും കൊടുത്തു. ഉപ്പാക്ക് എല്ലാ ഉറപ്പും കൊടുത്തു. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു. ഒടുവിൽ യാക്കൂബ് അലൈഹിസ്സലാം വിട്ടുകൊടുക്കുക, പോയിക്കോളൂ എന്ന് പറയുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ പിന്നീട് എന്ത് തന്നെ ഒരാൾ ജാഗ്രത സ്വീകരിച്ചാലും എന്ത് തന്നെ കരുതലെടുത്താലും അള്ളാഹു നിശ്ചയിച്ചത് നടക്കും എന്ന പാഠം ഇതിലും. നമ്മൾ എടുക്കേണ്ട കരുതലെടുക്കണം. എന്നിട്ട് സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ വിധിയാണ്. പക്ഷെ അള്ളാഹു വിധിച്ചാൽ അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അതിന് അറബിയിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ലാ യുഗ്നി ഹദറുൻ അൻ ഖദർ. ലാ യുഗ്നി ഹദറുൻ അൻ ഖദറിൻ. ഒരു ഹദറും, ഒരു ജാഗ്രതയും, ഒരു മുൻകരുതലും ഖദറിൻ്റെ മുന്നിൽ വിലപ്പോവുകയില്ല. അള്ളാഹു വിധിച്ചത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. യാക്കൂബ് അലൈഹിസ്സലാം മക്കൾക്ക് നൽകുന്ന ഉപദേശം നോക്കൂ. വഖാല, യാക്കൂബ് നബി പറഞ്ഞു, യാ ബനിയ, ഓ എൻ്റെ മക്കളെ, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. നിങ്ങൾ ഈജിപ്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ അങ്ങോട്ട് കയറി ചെല്ലരുത്. വദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുക, മിൻ അബ്വാബിൻ മുതഫർരിഖ, പല പല വഴികളിലൂടെ നിങ്ങൾ കടക്കുക. വമാ ഉഗ്നി അൻകും മിൻ അല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരാൻ, നേടിത്തരാൻ എനിക്ക് സാധ്യമല്ല. ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി തീർപ്പ് അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അലൈഹി തവക്കൽതു, അവനിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. വഅലൈഹി, അവനിലാണ് ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവരെല്ലാം തവക്കുലാക്കേണ്ടത്, ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ് എന്ന് യാക്കൂബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. എന്താണ് യാക്കൂബ് നബി പറഞ്ഞത്? നിങ്ങൾ മിസ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ഒരു വഴിയിലൂടെ കയറരുത്, വേറെ വേറെ വഴിയിലൂടെ കയറണം. എന്തുകൊണ്ടാണത്? സലഫുകൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരിൽ നിന്ന് റിവായത്തുകളിൽ കാണാം, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ യാക്കൂബ് അലൈഹിസ്സലാം മക്കൾക്ക് കണ്ണേറ് ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട് പറഞ്ഞതാണ്. മക്കൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ ആണ് യാക്കൂബ് അലൈഹിസ്സലാം ഇത് പറഞ്ഞത്. കാരണം മക്കളെല്ലാവരും നല്ല ഭംഗിയുള്ള മക്കളായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളാണ്. അത് ചിന്തിച്ചു നോക്കി, ഇത്രയും സൗന്ദര്യം നൽകപ്പെട്ട യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ സൗന്ദര്യത്തിൽ എന്തായാലും സാധാരണ ആളുകളെ പോലെ ആവുകയില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് മക്കളെല്ലാവരും, ഇത്ര അധികം മക്കളുമുണ്ട്,
അവരെല്ലാം ഒരു വഴിയിലൂടെ കടന്നു ചെന്നാൽ അവർക്ക് കണ്ണേർ ബാധിക്കുമോ എന്ന് യാക്കൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതിലൊരു സൂചനയുണ്ട്, അതിലൊരു പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് വെളിപ്പെടുത്തുക എന്നത് നല്ലതാണ്. പക്ഷേ അസൂയയോ കണ്ണേറോ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ അത് മറച്ചു വെക്കുക എന്നത് നല്ല കാര്യമാണ്. മൂടി വെക്കുക, പറയാതിരിക്കുക എന്നത് നല്ല കാര്യമാണ്. നല്ല സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ എന്നത് സത്യമാണ്. ഖുർആനിൽ അതിനുള്ള തെളിവുകളിൽ ഒന്നാണ്. ഖുർആനിലെ തന്നെ മറ്റൊരു തെളിവാണ് സൂറത്തു അൽ ഖലമിലെ ആയത്ത്, വയകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറഞ്ഞു, വയകാദു അല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ ഓ നബിയെ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് താങ്കളെ വീഴ്ത്തിയേക്കാം. സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറഞ്ഞു, അത് ഐനാണ് അവിടെ ഉദ്ദേശമെന്ന് മുഫസ്സിറുകളിൽ ചിലർ രേഖപ്പെടുത്തിയത് കാണാം. കണ്ണുകൾ കൊണ്ട് വീഴ്ത്തുക എന്നത് ഐനാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണർ സത്യമാണ്. സത്യമാണെന്ന് മാത്രമല്ല, ഒരു കുതിരപ്പടയാളിയെ അവൻ്റെ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴ്ത്തിയേക്കും അത്. അതുപോലെ ആളുകളെ, ആരോഗ്യമുള്ള മനുഷ്യരെ ഖബറിലേക്ക് എത്തിച്ചേക്കും അത്. ആളുകളെ രോഗികളാക്കിയേക്കും അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതിൽ പൊതുവെ ആളുകൾ രണ്ട് രൂപത്തിൽ വഴിതെറ്റിയത് കാണാം. ഒന്ന്, ഇതിനെ നിഷേധിച്ച കക്ഷികളാണ്. കണ്ണേറെന്ന് വിശ്വസിക്കാൻ പാടില്ല. ചിലർ പറഞ്ഞു അത് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന്, ഇസ്ലാം എന്ന് പുറത്താണ്. അല്ലാഹു അക്ബർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറഞ്ഞത്, ഹഖാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് അൽ ഐനു ഹഖ്ഖുൻ എന്നത്. അത് അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ച ഉപദ്രവകരമായ കാര്യങ്ങളിലൊന്നാണ്. അള്ളാഹു നിശ്ചയിച്ചതാണ്, അവൻ്റെ വിധിയാൽ നിശ്ചയിച്ചതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള ചില ഹദീസുകളുണ്ട്. എന്താണത്? ചില പ്രത്യേകതരം പാമ്പുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്തറായ, വാലില്ലാത്തതുപോലെയുള്ള, അതുപോലെ തലഭാഗത്ത് പ്രത്യേകമായ ചില അടയാളങ്ങളുള്ള ചില പാമ്പുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ കൊന്നുകളയുക. എന്താണ് കാരണം? അത് കാഴ്ച നശിപ്പിക്കും, ഗർഭിണികളുടെ ഗർഭം അലസിപ്പിക്കും. കടിച്ചാലല്ല, പിന്നെയോ നോക്കിയാൽ, കടിച്ചാൽ നോക്കിയാൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ കൊന്നുകളയുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇത് നോക്കൂ, അതിൻ്റെ നോട്ടം കൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാം. ഇതുപോലെ അള്ളാഹു കണ്ണേർ നിശ്ചയിച്ചിരിക്കുന്നു. എന്താണത് സംഭവിക്കുന്നത്? ഒരാൾ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്ന് അപകടകരമായ വല്ലതും, അയാൾ ആരെയാണോ നോക്കിയിട്ടുള്ളത് അതിലേക്ക് ചെല്ലുകയാണോ, പോയി തറക്കുകയാണോ, അല്ലാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. പക്ഷെ അത് സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തു വേണം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ? ഉറുക്ക് കെട്ടണോ, ഏലസ് കെട്ടണോ, ഖബറുകളിലോ മരിച്ചവരിലോ തവക്കുലാക്കണോ? അല്ല. അങ്ങനെ ചെയ്താൽ കണ്ണേറിനേക്കാൾ വലിയ അപകടത്തിലാണ് നീ അകപ്പെട്ടിട്ടുള്ളത്, ശിർക്കിൽ നീ അകപ്പെട്ടിരിക്കുന്നു. അതിൽ നല്ലത് കണ്ണേറായിരുന്നു. കാരണം അത് ദുനിയാവേ പോവുകയുള്ളൂ, പരലോകം നഷ്ടപ്പെടുത്തുകയില്ല. ഇപ്പൊ നോക്കൂ, കണ്ണേർ എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ല ചെയ്യേണ്ടത്. ആളുകൾ എങ്ങനെയാണ് ചെയ്തത്? ഏലസുകൾ, തകിടുകൾ, ഉറുക്കുകൾ, ഉറുക്കിന്റെ മേലെ ഉറുക്ക്, എന്നിട്ട് ചോദിച്ചാൽ പറയും കണ്ണേർ ഇതിൽ തട്ടിത്തെറിച്ചു, ഇതിൽ തട്ടിയിട്ട് കണ്ണേർ തെറിച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പാടില്ല, ശിർക്കാണ്, പാടില്ല. മറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത്? നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് കാവൽ തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും 3 തവണ ഓതാൻ പറഞ്ഞു. അവസാനത്തെ ഖുർആനിലെ 3 സൂറത്തുകൾ. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് അതിലെ 2 സൂറത്തുകളെ കുറിച്ച്, ഫലഖും നാസ്, അതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്ത്? വമാ തഅവദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമ, ഇത് 2 പോലുള്ളത് കൊണ്ട് ഒരാളും അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടില്ല. അത്രയും വലിയ കാവൽ തേട്ടമാണ് അതിലുള്ളത്. ഓതുക, അതുപോലെ അള്ളാഹുവിനോട് കാവൽ തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളായ ഹസനെയും ഹുസൈനെയും കണ്ണേറിൽ നിന്ന് മന്ത്രിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ.
നിങ്ങൾ രണ്ടുപേരെയും ഞാനിതാ രണ്ടുപേർക്കും വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടുന്നു, എല്ലാവിധ ശൈത്താന്മാരിൽ നിന്നും, വഹാമ്മ എല്ലാവിധ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും, വമിൻകുല്ലി ഐനില്ലാമ്മ എല്ലാ കണ്ണേറിൽ നിന്നും, മനുഷ്യരുടെയും പിശാചുക്കളുടെയും എല്ലാം കണ്ണേറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടി. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദുആ കൊണ്ട് കാവൽ തേടാറുണ്ടായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളായ ഇസ്ഹാഖിനും ഇസ്മായിലിനും വേണ്ടി. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ നബിമാരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. അതുപോലെ അവനവൻ അള്ളാഹുവിനോട് ഇതിൽ നിന്ന് കാവൽ തേടുക. ഈ പറഞ്ഞ സൂറത്തുകൾ ഓതിക്കൊണ്ട് അദ്കാറുകൾ സൂക്ഷിക്കുക, അത് സൂക്ഷിക്കുക, അള്ളാഹുവിനോട് കാവൽ തേടുക. അതാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഇത് അപകടമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ ഭംഗിയുള്ള കുട്ടികൾ, ഓടിച്ചാടി നടന്നിരുന്ന കുട്ടികൾ യാതൊരു കാരണവുമില്ലാതെ ഗുരുതരമായ രോഗങ്ങൾക്ക് ഡോക്ടർമാർക്ക് കാരണം പറയാൻ സാധിക്കുന്നത് എങ്ങനെ ഇത് വന്നു അറിയില്ല. എന്താണ് ചികിത്സയുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കുട്ടികൾ അടിമപ്പെട്ടത്. അതുപോലെ നിങ്ങൾ നോക്കൂ, ക്യാൻസർ സെന്ററുകളിൽ നിങ്ങൾ പോയി നോക്കൂ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, വളരെ വളരെ സാമ്പത്തികമായി അതുപോലെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നിൽ ഉന്നതിയിൽ നിന്നിരുന്ന ആളുകൾക്ക് പൊടുന്നനെ ഇതുപോലുള്ള രോഗങ്ങൾ പിടിപെടുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, അതിൽ പലതും കണ്ണേറാകാൻ വലിയ സാധ്യതയാണുള്ളത്. വലിയ സാധ്യത, യാതൊരു കാരണവും പലപ്പോഴും പല രോഗങ്ങൾക്കും വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ പറയൂ, ക്യാൻസർ എന്ത് കാരണമാണ്? ഏകോപിച്ചെന്തെങ്കിലും ഒരു അഭിപ്രായം ഇന്നതുകൊണ്ടാണ് അത് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മെഡിക്കൽ സയൻസിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. ഇന്ന കാരണമാണെന്ന് ഉറപ്പിച്ചിട്ട് എവിടെയും കാണാൻ സാധിക്കില്ല. പല കാരണങ്ങൾ, അതായിരിക്കാം, ഇതായിരിക്കാം. ചില ആളുകൾ പറയുന്നത് ഭക്ഷണത്തിൻ്റെതായിരിക്കാം, ചില ആളുകൾ പറയുന്നത് ഇന്നതായിരിക്കാം. ഒരു കാരണം പറയാൻ സാധിക്കാത്ത, വൈദ്യശാസ്ത്രത്തിന് പറയാൻ സാധിക്കാത്ത രോഗങ്ങൾ അള്ളാഹുവിനറിയാം. അതിൽ പലതും ഇതായിരിക്കാം അതിൻ്റെ കാരണം എന്ന് വിചാരിച്ച രോഗം വന്നാൽ ഭൗതികമായ ചികിത്സ ചെയ്യേണ്ട എന്നല്ല ഈ പറയുന്നത്. ലോകത്തിൽ അതിൻ്റെ ചികിത്സ ചെയ്യാം. അള്ളാഹു ആണ് ആ ചികിത്സയും ജനങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി. പക്ഷെ ഇങ്ങനെയുള്ള രോഗങ്ങൾ പലതും ഇതായിരിക്കാം കാരണം. ചെറിയ കുട്ടികൾ, അതുപോലെ വലിയ നല്ല ഉഷാറുണ്ടായിരുന്ന ആളുകൾ, ഊർജ്ജസ്വലരായിരുന്ന ആളുകൾ, അവരെ ഇതുപോലുള്ള കാര്യങ്ങൾ ബാധിച്ചേക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാരിൽ ഒരാൾ, നല്ല വെളുത്ത നിറമുള്ള ഒരാൾ ഒരു കുളിക്കടവിൽ കുളിക്കുകയായിരുന്നു. മറ്റൊരു സഹാബി അതിലൂടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഭംഗിയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല, സ്ത്രീകളുടെ ശരീരം പോലെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വീണു. ഈ പറയപ്പെട്ട സഹാബി കുളിച്ചുകൊണ്ടിരുന്ന ആൾ അവിടെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ മാ യഖ്തുലു അഹദുക്കും അഖാഹ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊന്നുകളയുന്നത്? സവാസ്മയുടെ ചോദ്യമാണ്. നബി പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനിൽ വല്ല നല്ല കാര്യവും കണ്ടാൽ അവന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി എന്തുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നില്ല? അവന് ബറക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ബാറക അല്ലാഹു ഫീക്ക് എന്ന് പറയുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കണ്ണേറിൽ നിന്ന് മറ്റുള്ളവരെ അതുകൊണ്ട് രക്ഷപ്പെടുത്തിയേക്കും. കണ്ണേറ് ശരിക്കും ഞാൻ എൻ്റെ കണ്ണേറ് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണമെന്നില്ല, മറിച്ച് അല്ലാതെ സംഭവിച്ചേക്കാം. അതുപോലെ അവനവന് ബാധിക്കാതിരിക്കാൻ, മക്കൾക്ക് ബാധിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടുക. അങ്ങനെ വല്ലതും സംഭവിച്ചെന്ന് തോന്നിയോ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മാറ്റിത്തരാൻ. പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതുക, കയ്യിലൂതുക, ശരീരത്തിൽ തടവുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കണ്ണേർ ബാധിച്ചു എന്ന് തോന്നിയാലുള്ള ഒരു ചികിത്സയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചില വിവരദോഷികൾ, ആധുനിക ഇതൊക്കെ യോജിക്കുകയില്ല ഇത്തരം ഹദീസുകൾ എന്ന് വിചാരിച്ചവർ ഇതിനെ പരിഹസിക്കുന്നത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരെ പറഞ്ഞത് കാണാം, വൈദസ്തുഗ്സിൽതും ഫഗ്സിലു, നിങ്ങളോട് വല്ലവരും കഴുകിത്തരാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ സഹാബി ഉണ്ടല്ലോ, ഈ രണ്ട് സഹാബിമാർ ഇന്നയാളുടെ കണ്ണേറാണ് ബാധിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ശരീരത്തിലെ വുദു ചെയ്യുന്ന ഭാഗങ്ങളും
കാലിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളുമൊക്കെ കഴുകി വെള്ളമെടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണേറ് ബാധിക്കപ്പെട്ട ആളുകളുടെ തലയിലൂടെ അത് ഒഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ശിഫ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മളോട് ആരോടെങ്കിലും പറയാൻ എൻ്റെ കണ്ണേറ് ബാധിച്ചു എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകളോട് പറയാം എങ്കിൽ ഇങ്ങനെ വുദൂഇൻ്റെ അവയവങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുഖവും കൈകളും കാലുകളുമോ എങ്കിലും കഴുകിയ വെള്ളമെടുത്ത് കൊടുത്ത് അത് ഈ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അത് കണ്ണേറിന് ശമനമാകുമെന്ന് ആര് പറഞ്ഞതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹു അതിൽ ഷിഫ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അതിൽ കണ്ണേറ് നിശ്ചയിച്ച റബ്ബ് ഇതിൽ ഷിഫാവും നിശ്ചയിച്ചിട്ടുണ്ട്. അറബികളെ കുറിച്ച് പറഞ്ഞു കേൾക്കാം. അവർക്ക് അങ്ങനെ ആരെങ്കിലും സംശയമുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യും? അത്രേ പഴയ കാലത്ത് അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ട് അവരെ ഭക്ഷണത്തിന് വിളിക്കും എന്ന്. നേർക്കേറെ ചോദിച്ചാൽ പ്രയാസമാണെന്ന് വിചാരിച്ചു. എന്നിട്ട് കൈ കഴുകാൻ വേണ്ടി മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് താഴെ പാത്രത്തിൽ കിട്ടിയ ആ വെള്ളം ശരീരത്തിലൂടെ ഒഴിക്കും എന്നാണ്. അവർക്ക് പ്രയാസമാകണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇത് അന്ധവിശ്വാസമോ മോശമായ ചികിത്സയോ മറ്റോ ഒന്നുമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന കാര്യമാണ്. നമുക്കറിയില്ല, ഇങ്ങനെ ആരെയും സംശയമൊന്നുമില്ല, ശരി, ഒന്നും ചെയ്യേണ്ടതില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പരിശുദ്ധ ഖുർആൻ ഓതുക, കയ്യിലൂതി ശരീരത്തിൽ തടവുക. ഇസ്ലാമിൽ ഉള്ള വിശ്വാസമേതോ അതാണ് ശരിയായ വിശ്വാസം. ഇസ്ലാമിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്ത വിശ്വാസമേതോ അതാണ് അന്ധവിശ്വാസം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്തൊരു കാര്യം ഒരു വിശ്വാസം ഒരാൾ കൊണ്ടുവന്നാൽ അത് അന്ധവിശ്വാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ഓരോരുത്തരുടെ ബുദ്ധിയല്ല. കാരണം ബുദ്ധി അത് ആപേക്ഷികമാണ്. ഒരാളുടെ ബുദ്ധിയല്ല മറ്റേ ആൾക്ക് ഉണ്ടാവുക, ഒരാളുടെ ബുദ്ധിയല്ല മറ്റൊരാൾക്ക്. ആരുടെ ബുദ്ധിക്കനുസരിച്ച് തീരുമാനിക്കും ശരിയായ വിശ്വാസവും തെറ്റായ വിശ്വാസവും. ചിലർ പറയുന്നു ഖബറിലെ രക്ഷയും ശിക്ഷയൊക്കെ അന്ധവിശ്വാസമാണ്. ചിലർക്ക് സ്വർഗവും നരകവും തന്നെ അന്ധവിശ്വാസമാണ്. ചിലർക്ക് റബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസമാണ്. നീ എങ്ങനെ അവൻ്റെ അന്ധവിശ്വാസവും ശരിയായ വിശ്വാസം വേർതിരിച്ചു കൊടുക്കും? എങ്ങനെ വേർതിരിച്ചു കൊടുക്കും? നമ്മെ സംബന്ധിച്ചിടത്തോളം കിതാബും സുന്നത്തും, ഖുർആനും സുന്നത്തുമാണ് അന്ധവിശ്വാസവും ശരിയായ വിശ്വാസവും വേർതിരിക്കാനുള്ള മാനദണ്ഡം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തെ സുബ്ഹാനല്ലാഹ് ഒരിക്കലും അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൂടാ. അതുപോലെ ഇതിൽ അതിരുവിടുന്ന ആളുകളുണ്ട്, സംശയമില്ലത്. എന്ത് സംഭവിച്ചാലും അത് കണ്ണേറായിരിക്കും, മറ്റയാളുടെ കണ്ണേറായിരിക്കും, ഇത് കണ്ണേറായിരിക്കും. അങ്ങനെ നീ വസ്വാസം നടക്കേണ്ട ആവശ്യമില്ല. കണ്ണേറോ സിഹറോ ഏത് കാര്യമാകട്ടെ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അത് ബാധിക്കുകയില്ല എന്നാണ് നീ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക. ഇതിൻ്റെ അധികാറുകൾ, നിസ്കാരം പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. സംഗീതവും സിനിമയും അതുപോലുള്ള വൃത്തികേടുകളും ഹറാമിലേക്കുള്ള നോട്ടവും എല്ലാം അള്ളാഹുവിൻ്റെ കാവലിൽ നിന്ന് നിന്നെ പുറത്താക്കി കളയും. ശൈത്താൻ്റെ കെണിയിലേക്ക് നിന്നെ എളുപ്പത്തിൽ അടുപ്പിച്ചു കളയും. അതുകൊണ്ട് തിന്മകളെ സൂക്ഷിക്കുക. തിന്മകളാണ് യഥാർത്ഥത്തിൽ അപകടങ്ങൾക്കെല്ലാമുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. ഈ അപകടം അത് ഉള്ള അപകടമാണ് എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ ആയത്ത്. യാഖൂബ് അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞ് എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ കയറരുത്, വേറെ വേറെ വഴികളിലൂടെ കയറുക. അതിൽ സൂചനയുണ്ട്, പാഠമുണ്ട്. എന്ത്? നമ്മുടെ കുട്ടികളെ, അതുപോലെ നമ്മുടെ അനുഗ്രഹങ്ങളെ, നിഅമത്തുകളെ അവരെ എല്ലാവരുടെ മുന്നിലും പ്രദർശിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക എന്നത് നല്ല കാര്യമല്ല എന്ന്. ഇത് സുബ്ഹാനല്ലാഹ് ആളുകൾ ഇതറിയാത്തതുകൊണ്ട് എന്തും ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നടക്കണം. എന്ത് നിഅമത്തും ആളുകൾക്ക് മുന്നിൽ ഒന്നാകെ പ്രദർശിപ്പിക്കാൻ നടക്കണം, നല്ല കാര്യമല്ല. ഈ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ, മൂടി വെക്കാൻ ശ്രമിക്കുക. ഈ ഫഖർ, പൊങ്ങച്ചം, അതൊരിക്കലും നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ത്? അൻ തവാദഉ, നിങ്ങൾ വിനയം കാണിക്കാൻ. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ് വലാ യബ്ഗി അഹദുൻ അലാ അഹദ്. സുബ്ഹാനല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നോക്കൂ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെ മനോഹരമായി വിശദീകരിച്ചത് കാണാം. അള്ളാഹു നിങ്ങളോട് വിനയം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. എത്രത്തോളം? ഒരാളും ഒരാളോടും ഫഖർ കാണിക്കരുത്, ബഗി കാണിക്കരുത്. എന്താ ഫഖർ? ഉള്ളത് പറഞ്ഞിട്ടുള്ള പൊങ്ങച്ചാണ് ഫഖർ. അത് ഏത് കാര്യത്തിനുമാകാം. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരേ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇൽമിൻ്റെ ഉദാഹരണമാണ്. ഇൽമിൻ്റെ ഉദാഹരണം.
ഒരാൾ മറ്റൊരാളും ഇൽമു, ദീനിയായ ഇൽമു, അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ ഫഖർ എടുക്കുക. എന്ത്? ഞാൻ ഇന്ന കിതാബുകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന പണ്ഡിതന്മാരുടെ മുന്നിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് നേർക്കേറെ പറയണമെന്നില്ല, വ്യംഗ്യമായി പറയാം. ഫഖറിന് വേണ്ടി നീ അങ്ങനെ പറയരുത്. ഇത് ചെയ്യാത്ത, അത് അങ്ങനെ ഇല്ലാത്ത ഒരാളും. കാരണം ഇതല്ല ഇഖ്ലാസ് വേണ്ട കാര്യം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, ആളുകൾ കാണിക്കാനല്ല. രണ്ടാമത്തേത് ബഗി വലാ യബ്ഗി അലാ അഹദുൻ അലാ അഹദ് വലാ യബ്ഗി അഹദുൻ അലാ അഹദ് എന്ന് പറയാം. ഇല്ലാത്തത് പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കുക. പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ തട്ടിവിടുക. ഇത് ഒരു കാര്യത്തിലും, പണത്തിൻ്റെ കാര്യത്തിലോ ഒന്നിൻ്റെ കാര്യത്തിലും നീ ഇത് ചെയ്യരുത്. നീ ഇല്ലാത്ത ഒരാളോട് അതുണ്ട് ഇതുണ്ട് എന്നിങ്ങനെ പൊങ്ങച്ചം ഫഖർ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു മുഖ്താലിന്, അഹങ്കാരി ഇഷ്ടപ്പെടുക, ഫഖൂറിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. പൊങ്ങച്ചം കാണിക്കരുത്, ഉള്ളത് പറഞ്ഞിട്ട് കാണിക്കരുത്, ഇല്ലാത്തത് പറഞ്ഞ് കാണിക്കാനുള്ള അതിനും അപ്പുറത്താണ്. ഇല്ല എന്നാലും ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് കാണിക്കുക. ഈ പൊങ്ങച്ചം സുബ്ഹാനല്ലാഹ് ഇന്ന് ആളുകളെ വലിയ അപകടങ്ങളിൽ, താങ്ങാൻ സാധിക്കാത്ത പ്രതിസന്ധികളിൽ അവരെ കൊണ്ടെത്തിച്ചത് ഈ പൊങ്ങച്ചമാണ്. ആളുകൾ കാണിക്കുക. സോഷ്യൽ മീഡിയ പറഞ്ഞാൽ അവൻ ആ രാജ്യത്ത് അവിടെ സുഖിക്കുന്നത്, ഇവിടെ സുഖിക്കുന്നത്, അവിടെ പോയി തിന്നുന്നത്, അവിടെ പോയി കിടക്കുന്നത്, ഇതേ കാണാനുള്ളൂ. ഇവരും കാണിക്കണം. കുട്ടികളൊക്കെ ഇങ്ങനെയാണ്. അവൻ്റെ കയ്യിൽ ഏറ്റവും പുതിയ ഇറങ്ങിയ ഫോൺ അതിറങ്ങിയിരിക്കുന്നു, അത് പിടിച്ചിട്ട് അവൻ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അവൻ സ്വിറ്റ്സർലാൻഡിൽ പോയിരിക്കുന്നു, അവിടെ മലമുകളിൽ കയറി ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവനും പോകണം. അള്ളാഹു കൊടുത്ത നിഅമത്തൊക്കെ മറന്നു പോയിരിക്കുകയാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകൾ, അവൻ നൽകിയ ആരോഗ്യം, അവൻ നൽകിയ കണ്ണും കാതും കൽബും മാതാപിതാക്കളും മക്കളും സുഹൃത്തുക്കളും ഇതൊക്കെ അള്ളാഹു നിഅമത്താണ്. ഈമാൻ അള്ളാഹു നൽകിയിരിക്കുന്നു. 5 നേരം നിസ്കരിക്കാനുള്ള തൗഫീഖ് തന്നിരിക്കുന്നു, ഭക്ഷണം തന്നിരിക്കുന്നു. ഇതൊക്കെ മറക്കുന്നു. അവൻ കിട്ടിയത് എനിക്ക് കിട്ടിയില്ലല്ലോ, അവൻ കാണിക്കുന്ന പോലെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ രൂപത്തിലുള്ള വില കുറഞ്ഞ ഷോക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായി നമ്മളെ മക്കൾ മാറിയിരിക്കുന്നു. കുട്ടികളൊക്കെ അവരുടെ ജീവിതം ഇതിൽ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫഖർ, സഹോദരൻ, നീ അള്ളാഹുവിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്, ആളുകൾക്ക് വേണ്ടിയല്ല. ആളുകൾ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. നീ ചവിട്ട് നടക്കുന്ന തുറാബിൻ്റെ വില അത് നീ ജനങ്ങളുടെ അംഗീകാരത്തിന് കൊടുക്കരുത്. ജനങ്ങൾ എന്ത് പറയട്ടെ, നിന്നെ പുകഴ്ത്തട്ടെ, അവരികഴ്ത്തട്ടെ, അള്ളാഹുവിൽ നിനക്ക് വിലയുണ്ടോ ഇല്ലേ, അതിനാണ് കാര്യമുള്ളത്. അതിനാണ് എന്തിൻ്റെ പേരിലായ സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ അറിവിൻ്റെയോ സ്ഥാനമാനങ്ങളുടെ ഏതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൽ നീ എവിടെ നിൽക്കുന്നു എന്നതിലാണ് കാര്യം. ജനങ്ങൾ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല, അവർ നിന്നെ ഒന്ന് ഉപദ്രവിക്കാൻ പോകുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അതുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ജീവിക്കുക. ഫഖർ കാണിക്കരുത്, പൊങ്ങച്ചം കാണിക്കരുത്. അതുപോലെ ഇല്ലാത്തത് പറഞ്ഞ് മേനി നടിക്കാനും പാടില്ല. മാത്രമല്ല അത് കണ്ണേറിലേക്കും നയിച്ചേക്കും, അവനവൻ അപകടവും അതുകൊണ്ട് ഉണ്ടാക്കിയേക്കും. വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയമുള്ളവരിൽ, പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വഴികളിലേക്ക് പോകാത്തവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.